ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ലക്ഷ്യം ഉണ്ടായിരിക്കും, ഒരു ഗോൾ ഉണ്ടായിരിക്കും. ഒരു ബിസിനസ്സിന് ഏറ്റവും പ്രധാനം ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഗോളിൽ ഏറ്റവും പ്രധാനമുള്ള ഒരു ഗോൾ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഗോൾ തന്നെയായിരിക്കും. ബാക്കി എന്തൊക്കെ ഉണ്ടെങ്കിലും ഫിനാൻഷ്യൽ നമ്മളൊന്ന് ഗോൾ സെറ്റ് ചെയ്ത് അത് അച്ചീവ് ചെയ്താൽ മാത്രമേ നമുക്കൊരു ഗ്രോത്ത് എന്ന് പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ പ്രോഫിറ്റ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രധാനമാണ്. അപ്പോൾ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ അതിനോടൊപ്പം തന്നെ അതിൻ്റെ ഒരു പ്രോഫിറ്റബിലിറ്റി നമ്മൾ വളരെ കൃത്യമായിട്ട് സെറ്റ് ചെയ്യും വേണം, അതിന് വേണ്ടി ട്രാക്ക് ചെയ്യണം. അപ്പോൾ ഒരു ബിസിനസിന്റെ പ്രോഫിറ്റിന്റെ മാനദണ്ഡത്തിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് വലിയ സെയിൽ ഉണ്ടാക്കാന്ന് മാത്രമല്ല, അവിടുത്തെ ചെലവുകൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ കൺട്രോൾ ചെയ്തുകൊണ്ട്, എക്സ്പെൻസുകൾ കൺട്രോൾ ചെയ്തുകൊണ്ട് ആണ് പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതിനെല്ലാത്തിനും നമുക്ക് കൃത്യമായിട്ട് കൊണ്ടുപോകണമെങ്കിൽ അത് ഫിനാൻഷ്യലായിട്ട് ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു സോഫ്റ്റ്വെയർ നിർബന്ധമാണ്. അപ്പോൾ ഫിനാൻഷ്യൽ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ നമ്മൾ മാർക്കറ്റിൽ ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു സോഫ്റ്റ്വെയർ ചൂസ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് നോക്കുക ട്രസ്റ്റഡ് സോഫ്റ്റ്വെയർ ആണോ എന്നുള്ളതാണ്. ട്രസ്റ്റഡ് സോഫ്റ്റ്വെയർ അനലൈസ് ചെയ്യുക, എത്ര കാലമായി ഇത് മാർക്കറ്റിൽ റിലയബിൾ ആയിട്ട് നിൽക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്, എത്ര യൂസേഴ്സ് ഉണ്ട്, ആരൊക്കെ സജസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിൽ റിപ്പോർട്ട്സിന്റെ റിലയബിലിറ്റി, ഇതൊക്കെ വളരെ പ്രധാനമാണ്. ഞങ്ങൾ പ്രധാനമായിട്ട് സജസ്റ്റ് ചെയ്യണത് ഞങ്ങൾ മോസ്റ്റ് ആക്യുറേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ. ഞങ്ങളുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ കസ്റ്റമർക്ക് ഏറ്റവും ആക്യുറേറ്റ് ആയ സൊല്യൂഷൻസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളത് ചൂസ് ചെയ്തിട്ടുള്ളത് ടാലി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. 1950 മുതൽ മാർക്കറ്റിലുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ടാലി. ഇത്രയും കാലമായിട്ട് ആ ട്രസ്റ്റ് നിലനിർത്തുന്നുണ്ട് കസ്റ്റമർക്ക്. എന്താണോ കസ്റ്റമർ ടാലിയിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമുക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സോഫ്റ്റ്വെയർ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ 25 വർഷത്തിലധികമായിട്ട് ടാലി സോഫ്റ്റ്വെയറിന്റെ ഇംപ്ലിമെന്റേഷൻസും കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ടീമാണ് മാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു കസ്റ്റമർ ഒരു സോഫ്റ്റ്വെയർ ചൂസ് ചെയ്യുമ്പോൾ ട്രസ്റ്റഡ് സോഫ്റ്റ്വെയറോടൊപ്പം തന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയ ഒരു ട്രസ്റ്റഡ് പാർട്ണറും കൂടി നോക്കേണ്ടി വരും. ഈ 2 പോയിന്റിലേക്കും കസ്റ്റമർക്ക് ഈ പറഞ്ഞ റിസൾട്ട് കൊടുക്കാൻ കഴിയും. ഒരു 30 കൊല്ലത്തിലധികമായിട്ട് മാർക്കറ്റിൽ നിൽക്കുന്ന ടാലി എന്ന സോഫ്റ്റ്വെയർ, റിലയബിൾ ആയ സോഫ്റ്റ്വെയർ, പ്ലസ് ഒരു 25 വർഷത്തോളം ടാലിയുടെ ഇംപ്ലിമെന്റേഷൻസ് ഹാൻഡിൽ ചെയ്തുകൊണ്ടുള്ള ഒരു പാർട്ണർ. ഇത് രണ്ടും ചേർന്ന് കഴിഞ്ഞാൽ ഒരുവിധം കസ്റ്റമേഴ്സിന്റെ കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്ത് അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ കഴിയും.